നമ്മൾ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുന്ന പ്രേക്ഷകര് ഇവരുടെ ഒരു കോംബോ ഉണ്ട്. ആ ഒരു സീസൺ തൊട്ട് നമ്മൾ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ആളെ പറ്റി പറയൂ. സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് ഇപ്പം ആരാണ് കൈൻഡ് ഓഫ് ഒരു വലിയൊരു പ്രോജക്റ്റ് അല്ലേ അതിൽ എന്നെ വിളിക്കുന്ന സാറാണ്. അപ്പോൾ അന്നും ഇപ്പോൾ എംബ്രാനിലും ഒക്കെ ലൈറ്റ് ചെയ്തപ്പോഴും ഒക്കെ റെക്കോർഡിങ് അല്ലേ ശരിക്കും ഒരു ഇതെല്ലാം മെന്റേഴ്സ് ആണ് പ്രോപ്പർ. നമ്മൾ ശരിക്കും ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആൾക്കാരാ ഈ പറഞ്ഞ പാർട്ടികളൊക്കെ. അപ്പൊ ദീപക് സാറോട് ഈയിടെ വർക്ക് ചെയ്യുന്നു പറയുന്നത് താൻ ഇത്ര കൊല്ലമായിട്ട് ധൈര്യമായിട്ടൊന്ന് പാട് ജോബേ, എന്നെ ഇത്രേ വിടത്തില്ല പുള്ളി. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം സാർ പോയിട്ട് വരാം, മറ്റേ താൻ ഒരിടത്തും പോകുന്നില്ല ഇവിടെ ഇരുന്നാൽ മതി, എന്നിട്ട് ഞാൻ ഇത് എടുത്തിട്ട് വരും. അപ്പൊ എനിക്ക് മുങ്ങാൻ പറ്റത്തില്ല പുള്ളി എടുത്ത്. പുള്ളി പിടിച്ചെത്തി അത് എടുത്തിട്ട് വിടുള്ളൂ. ഹീ നോസ് ദ ബെസ്റ്റ് ടു ടേക്ക് എന്താ പറയണ്ടേ നമ്മുടെ ഏറ്റവും പൊട്ടൻഷ്യൽ മാക്സിമം പുറത്ത് കൊണ്ടുവരാൻ അറിയുന്ന ഒരു എന്താ പറയുക എല്ലാ രീതിയിലും ആസ് എ കമ്പോസർ, ആസ് എ ടെക്നീഷ്യൻ. പുള്ളിയുടെ ഒരു സൗണ്ട് സ്കേപ്പ് ഒക്കെ എനിക്കൊന്ന് മലയാളത്തിൽ അങ്ങനെ ഒരു സാധനം ആദ്യമായിട്ട് പുള്ളിയാണ്. അപ്പം ആ ഒരു എന്താ പറയുക സിംഫണി എന്നൊക്കെ പറഞ്ഞ ക്രോണിക് ബാച്ചിലറൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ശബ്ദം മലയാള സിനിമയിൽ മൊത്തത്തിലേ എൻ്റെ അറേഞ്ച്മെന്റ്. അപ്പൊ ഇപ്പോഴും സാറ് അത്രയും പർട്ടിക്കുലർ അബൌട്ട് തിങ്സ്. അപ്പൊ എൻ്റെ ഒരു അടവും അവിടെ ഓടത്തില്ല. ഇപ്പോഴും എമ്പുരാൻ പാടുന്നുണ്ട് പോയിട്ടൊന്നും പറഞ്ഞില്ല, ഇത് തീർത്തിട്ട് പോയാൽ മതി.